വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ ക്രാസാവറ്റി, അത് നെക്സ്റ്റ് ആയിട്ട്. അപ്പൊ ഇവിടെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രിഡ്ജിന്റെ പാർട്ട് 2 ആയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിത് പാർട്ട് 1 എടുക്കണം, അപ്പൊ തന്നെയാണ് പാർട്ട് 2 എടുക്കണേ. പക്ഷെ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. വീഡിയോ ഡിലേ ആവും, കാരണം അതിൻ്റെതായിട്ടുള്ള ചില ഫോർമാലിറ്റീസ്. അതെ അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു PC എടുക്കണമെന്നാ. കാരണം മൊബൈൽ സ്പേസ് പോരാ. PC ഉണ്ട് എനിക്ക്, പക്ഷെ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറെ പണിയുണ്ട്, അതാണ്. ഈ ബ്രോൺസ് ആക്ഷനെ കൊണ്ടുപോലും പറ്റുന്നില്ല ബ്രോ ഇതിനെ ഇത്രയും പെട്ടെന്ന് തീർക്കാൻ. പറ്റുന്നില്ല അല്ലേ ബ്രോ? നമ്മളില്ലേ കഴിഞ്ഞ വേൾഡിൽ ഇത് എടുക്കണമായിരുന്നു, ഈ ബ്രോൺസ് ആക്സ്. അതാ, കഴിഞ്ഞ വേൾഡിലാണ് ബ്രോൺസ് ആക്സ് ആവശ്യം. ഈ വേൾഡിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ആക്സ് ആണെന്ന് തോന്നുന്നു ആവശ്യം, അല്ലേ? അങ്ങനെ തോന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ വേൾഡിൽ വാങ്ങണമായിരുന്നു. ഓഹോ, അപ്പൊ അതായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ കഴിഞ്ഞ വേൾഡിൽ വാങ്ങാൻ നമ്മുടെ പൈസ ഇല്ല ഗൈസ്. അത് നിങ്ങൾ വീഡിയോ ആദ്യത്തെ പാർട്ട് കണ്ട. പിന്നെയുള്ള ടിക്കറ്റ് എങ്ങനെ കിട്ടുക? അതെനിക്ക് അറിഞ്ഞൂടാ ബ്രോ, ഞാൻ ഇത് കളിച്ചു തുടങ്ങിട്ട് കുറച്ചു നേരം ആയുള്ളൂ. അപ്പം ഗൈസ് ഒരു കാര്യം പറയാം, നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ട് മാത്രമേ പാർട്ട് 2 കാണാവൂ. എന്നാലേ ഇതുവരെ നടന്ന കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂഷൻ കിട്ടൂ. അവിടെ ടെലിപ്പോർട്ട് പറഞ്ഞിട്ട് സാധനമുണ്ട്, പോർട്ടൽ പറഞ്ഞിട്ട്. നമ്മളിപ്പോ അവിടെ സ്വാൻപി ഐലൻഡിലാണ്. എന്തോ നമ്മളിപ്പോ നിക്കണത് കാൻഡി ഐലൻഡ്, ഫോറസ്റ്റ് ഐലൻഡ്, ഡെസേർട്ട് ഐലൻഡ്, സ്നോ ഐലൻഡ്, കാൻഡി ഐലൻഡ് നമ്മൾ കഴിഞ്ഞു വന്നു. അടുത്തത് ഓൾഡ് ഐലൻഡ് ആണ്. അത് കഴിഞ്ഞാൽ ഫെയറി ഐലൻഡ്, ലാവ ഐലൻഡ്. ഇനി 1 2 3 4 5 വേൾഡും കൂടി കഴിയണം. എന്നാൽ നമുക്ക് വേൾഡ് ഫിനിഷ് ചെയ്യാം, ഗെയിം ഫിനിഷ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമുക്ക് 1 ലക്ഷമൊക്കെ വേണ്ടി വരും വുഡ്. അതാണ് HP ഒക്കെ അടുത്ത വേൾഡിൽ തന്നെ. അടുത്ത വേൾഡിൽ മിക്കവാറും 3000 വേണ്ടി വരും. അടുത്ത വേൾഡില് എനിക്ക് മരത്തിന്റെ HP ആലോചിച്ചിട്ടാണ്. എനിക്കതാ പേടി. അടുത്ത വുഡിന് എത്ര രൂപയോ ബ്രോ? അല്ല, ആക്സിന് എത്ര രൂപയോ? അടുത്ത ആക്ഷൻ 500 തോന്നുന്നു. അപ്പൊ കുറച്ച് ടാസ്ക്. 500 കോളർ. എനിക്ക് തോന്നുന്നു ഈ വേൾഡില് ശരിക്കും 1000 ആക്സ് വേണം. ബ്രോ ഇവിടെ എവിടെയെങ്കിലും സ്പെഷ്യൽ മരങ്ങൾ സ്പോൺ ആവുന്നുണ്ടോ നോക്കണേ, വേറെ കളറുള്ള. അത് നല്ല പൈസ തരും, വുഡും തരും. നമുക്ക് ആദ്യം ബ്ലാക്ക് സ്മിത്ത് പിന്നെ ഷാർപ്പൊക്കെ ചെയ്ത് ലെവലപ്പൊക്കെ ആക്കാം. അപ്പൊ കുറച്ച് ഒപ്പിയോ. അയ്യോ, എനിക്ക് ഷാർപ്പ് ചെയ്യാൻ പറ്റില്ല, നാളെ വരാൻ പറയുന്നു. എന്താ കം ബാക്ക് ടുമാറോ എന്ന് എന്താ? ബ്രോയ്ക്കും അങ്ങനെയാണോ? എനിക്ക് കാണിച്ചു, ഞാൻ മരം വെട്ടിക്കൊണ്ടിരുന്ന തിരക്കിലായിരുന്നേ ബ്രോ. എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല ബ്രോ. ഞാൻ നോക്കട്ടെ. അപ്ഗ്രേഡ് മൈ ടൂൾസ്. എനിക്ക് പറ്റുന്നുണ്ടല്ലോ. എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്ഗ്രേഡിന്റെ സ്വിച്ച് അമർത്തിയാ ഒന്നും ആവണില്ല. എനിക്കും ആവുന്നില്ലെന്നോ. അതാ എനിക്ക് തോന്നുന്നു അത് ബഗ്ഗായിരിക്കുമെന്ന് കേട്ടോ. അതെ അതെ, അപ്പൊ നല്ല ഗെയിമുകൾക്കും ഹിറ്റാച്ച് പറഞ്ഞ പോലെ എവരി വീക്ക്നെസ്, അതുപോലെ നല്ല ഗെയിമിനും ഒരു ബഗ് ഉണ്ടാവും. അപ്പം എല്ലാം നമുക്ക് ക്ഷമിച്ചു കൊടുക്കുകയല്ലേ പറ്റൂ, അല്ലേ? വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബും കൂടെ ചെയ്യണം. ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, അത് എപ്പോഴാ അപ്ലോഡ് ചെയ്യാന്ന് ദൈവത്തിനറിയാം. ഞാൻ കഷ്ടപ്പെട്ട് എടുത്ത് വീഡിയോ കാണാനില്ല. അത് എൻ്റെ ഗാലറിയിൽ നിന്ന് ഡിസപ്പിയർ ആയിപ്പോയി. ഇനി ഞാനത് അപ്ലോഡ് ചെയ്യണ്ടോന്ന് നോക്കട്ടെ. ഒരു സ്റ്റോറി എക്സ്പ്ലെയിനിങ് വീഡിയോയാ. സ്റ്റോറി? വേർ ഡിഡ് മെറി ബോയ് ഐസ്ക്രീം ഗോ? മെറി ബോയ് ഐസ്ക്രീം അവിടെ പോയി. മെറി ബോയ് ഐസ്ക്രീം ബ്രോയ്ക്ക് അറിയില്ലേ? അറിയാം. ആ ഐസ്ക്രീം കമ്പനി എവിടെ പോയി? അതിനെന്ത് പറ്റി? അതാണ്. എന്റെ ഒരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബ്രോയുടെ ചാനലിൽ. എന്തായാലും മിനാറ്റോന്റെ അത് ഡിലീറ്റ് ചെയ്തില്ലേ? ഡിലീറ്റ് ചെയ്തായിരുന്നോ? ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെന്ന് തോന്നല്ലോ, അത് അവിടെ തന്നെ അടുപ്പുണ്ടായിരിക്കും. എന്റെ ചാനൽ ഒരു കമ്പാരിസൺ വീഡിയോ ഇടും, ക്രാഫ്റ്റ് ചാനലിൽ ഒരു തിയറി വീഡിയോ. ഓ ബ്രോ, മറ്റേ ട്രീ വന്നു പർപ്പിള്. വന്നേ.
എന്റെ പൈസ ബ്രോയ്ക്ക് കാണിക്കില്ല, അപ്പൊ കുഴപ്പമില്ല. ബ്രോ ഇതിന്റെ 2 ബ്രിക്ക് 50 ഗോൾഡ് വെച്ച് തരുന്നുണ്ട്. ഇതിന്റെ 2 ബ്രിക്കേ 50 വുഡ് വെച്ചാ തന്നത്. ഞാൻ 2 ബ്രിക്ക് എടുത്തപ്പോഴേ എന്റെ ബാഗ് ഫുള്ളായി. എന്റെ ബാഗ് അല്ലെങ്കിലേ ഫുള്ളാ, അതാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എനിക്ക് കളക്ട് ആവാത്തെ. ബ്രോ ഇത് ലാഭം കേട്ടാ. 94 കേറുന്നു കോയിൻസ്. പെട്ടെന്ന് വെട്ടിയാ പെട്ടെന്ന് കോയിൻസ്. ഞാനങ്ങനെ നമ്മൾ ഈ പാർട്ടിൽ തന്നെ ഫിനിഷ് ചെയ്യും ബ്രോ. ഇപ്പൊ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഒരു ഇതും കൂടി വന്നാൽ നമുക്ക് എത്ര വിട്ടായി? എനിക്കിപ്പോ ഇപ്പൊ 0 കുറച്ച് കളക്ട് ചെയ്യട്ടെ. ഈ മരം വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കളക്ട് ചെയ്യാം. എനിക്കിപ്പോ 103 കോയിൻസ് ആയി ബ്രോ ഒറ്റടിക്കാ. എനിക്ക് 133 കോയിൻസ് അല്ല ബ്രോ. കോളർ മറന്നുപോയാ? മറന്നു പോയതാണ്, ക്ഷമിക്കണം. എന്റേത് 600 ബ്രോ. എന്റേത് 600. എന്ത് കോളറാ? അല്ല മറ്റേ ഇത് എന്തുവായിരുന്നു, ബ്രിഡ്ജ്. 600 ഉണ്ടായി. മാക്സ് ലെവൽ മാക്സ് ലെവൽ അല്ല. അതിന് അത്ര രൂപ കൊടുക്കണം അടുത്ത ബാഗിന്. അല്ല ബ്രോ, 600 വുഡായെന്ന് പറഞ്ഞാണ് ബ്രോ. അങ്ങനെ ഞാൻ ഇവിടെ ഒരു 110ന്റെ മരം വെട്ടാൻ വന്നിരിക്കുകയാണ്. മരം വെട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. അയ്യോ, അടുത്ത ബാഗ് എനിക്ക് തോന്നുന്നു കാണാനില്ലയോ? എന്റെ പൈസ മുട്ടൊന്നും കാണാനില്ല. അതൊക്കെ എവിടെ പോയി? ഞാൻ ഓട്ടം നോക്ക് ബ്രോ. എനിക്കെന്തോ പോഷൻ കുടിച്ചു. 9 മിനിറ്റത്തേക്ക് ഓടാ ബ്രോ. എവിടെ? ഏത് പോഷൻ എവിടുന്ന് കിട്ടി ബ്രോയ്ക്ക്? ഏത് പോഷൻ എവിടുന്ന് കിട്ടി? എനിക്ക് എന്തോ ഒരു പോഷൻ എന്റെ ഇൻവെന്ററി കാണിച്ചു. കണ്ട ഓടന്ത് കണ്ട? ഇൻവെന്ററി എവിടെ? ഇതിന്റെ അകത്ത് ബ്രോൺസ് ആക്സ് എന്നൊക്കെ എഴുതി കാണിച്ചില്ലേ അവിടെ? എനിക്കൊരു എന്താണ് മൂവ്മെന്റ് സ്പീഡ് പോഷൻ എന്തോ എഴുതി കാണിച്ചു. അത് ഞാൻ കുടിച്ചു. ഇപ്പൊ ഹോപ്പി സ്പീഡ്. എവിടെ ബ്രോ ഇൻവെന്ററി? എനിക്ക് കിട്ടി ബ്രോ. ഇൻവെന്ററി പറഞ്ഞ ബ്രോൺസ് ആക്സ് എന്നൊക്കെ എഴുതി കാണിക്കുന്നില്ലേ അവിടെ? താഴെ, ഏറ്റവും താഴെ. താഴെയായിട്ട് ഇങ്ങനെ ബ്രോൺസ് ആക്സ് എന്ന് പറഞ്ഞിട്ട് ബ്രോ എഴുതി കാണിക്കുന്നില്ലേ? പൈസ ഒക്കെ കാണിക്കണതിന്റെ നടുവിലായിട്ട്. ബ്രോ ദാ ഇവിടെ പർപ്പിൾ മരം പൊങ്ങി വരുന്നു. വാ വാ വാ, പെട്ടെന്ന് ഗ്രോയിങ് ബ്രോ. ഒരു പർപ്പിൾ നമുക്ക് ബ്രോ അതെടുത്തു, ഞാനിത് എടുക്കാം. അങ്ങനെ ചെയ്യാം. എന്നെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് പറ്റത്തില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കണം. ബ്രോ അത് ഒട്ടിക്കും. ഞാൻ പോയി എന്റെ ബ്രിഡ്ജ് എന്റെ ബാഗ് ഫുള്ളായി. ഞാനൊന്ന് ഫുള്ളാക്കിട്ട് വരാം. ഒറ്റ എന്റെ 1016 ഇനി 200 100 സംതിങ് അത്രയോ വേണം. ബ്രോ അത്രയും മുമ്പിൽ പോയാ ബ്രോ? എന്റെ 700 ആയുള്ളൂ ഇതുവരെ. 200 വെറും 200? 200 അല്ലേ, 700. അത് കുഴപ്പമില്ല ബ്രോ. ഞാൻ 700 അങ്ങനെ വുഡ് വെച്ചപ്പോ ഇതായി. 700 അല്ല, അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. 700 അല്ല, 900 ആണ് തോന്നുന്നു. എനിക്കറിയില്ല. എൻ്റെ 116 ഞാൻ ഇപ്പം അടുത്ത വേൾഡിക്ക് പോകുന്ന തോന്നണേ. ഞാൻ ഈ വുഡ് ഞാൻ അടുത്ത വേൾഡിക്ക് അൺലോക്ക് ചെയ്തിട്ട് ഈ മരം വെട്ടാം ബ്രോ. ഇവിടെ വേറെ ആരൊക്കെയോ വന്നു ബ്രോ. അടുത്ത വേൾഡിലേക്ക് എൻ്റെ അയ്യോ, അടുത്ത വേൾഡ് എത്തി ഞാൻ അറിയാണ്ട്. ഇങ്ങനെ അടുത്ത അയ്യോ. അവിടെ പോയി പാലം പണിയല്ലേ ബ്രോ? ഞാനും കൂടെ വന്നിട്ട് പണിയാവേ. ഓക്കെ, ഞാൻ ഇവിടെ ഈ ഒരു വുഡ് വെട്ടിക്കഴിയട്ടെ ആദ്യം. ബ്രോ ഇതൊക്കെ ഡീസ്പോൺ ആയി പോവും ബ്രോ. ഈ വുഡൊക്കെ ഡീസ്പോൺ ആയി പോയി ഈ സാധനങ്ങൾ. പൈസ എടുക്കട്ടെ, പൈസ മുഖ്യം ഉണ്ടെങ്കിലേ. ബ്രോ ഹലോ, കേൾക്കണുണ്ടോ? ഹലോ, കേക്കാം. എന്റെ നെറ്റ് പോയി.
കേക്കാം. നെറ്റ് പോയി. റെഡി ഇപ്പൊ കേൾക്കുന്നുണ്ട്. 904 ബ്രോ. ബ്രോ എന്നെ ഒന്ന് വെയിറ്റ് ചെയ്യോ? ഹലോ ബ്രോ അപ്പുറത്തെ വേൾഡത്ത് വെയിറ്റ് ചെയ്യോ? ഞാനൊന്ന് എൻ്റെ ഈ മരം ഒന്ന് പൊട്ടിച്ചു കഴിയട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടേക്കും കൂടി ആ വേൾഡിൽ കാലുകുത്താം. എനിക്ക് ഈ മരം പൊട്ടിക്കണം. ഇവനെ ഒരുത്ത എന്നെ ഹെൽപ്പ് ചെയ്യുന്നു ബ്രോ. ഇവൻ ഒഴിവായി പോകുന്നില്ല ബ്രോ. എനിക്ക് പറ്റുന്നില്ല ഇവന്. ഒഴിവായി പോയാ? ഓ ഇല്ലേ, എൻ്റെ പോയില്ലേ? ഇവിടെ ഉണ്ടാ? 95 കോളറായി. ഒരുത്ത എനിക്ക് ഭയങ്കര ശല്യമായിട്ട് ഇവിടെ പോണ്ട് ബ്രോ. എൻ്റെ 98 കോളർ. 200 കോളറായി. ഇപ്പൊ 200 കോളർ. എനിക്കിപ്പോ കോളറേ കിട്ടുന്നില്ല. ഇവിടെ ഒരുത്ത എന്റെ വന്ന് നിന്ന് എല്ലാം എടുത്തോണ്ട് പോകുന്നു. ഒരുത്ത എന്റെ 90 HP. സ്ട്രെങ്ത് പോഷൻ ഞാൻ കുടിച്ചു ബ്രോ. സ്ട്രെങ്ത് പോഷൻ കുടിച്ച്. ഇനിയിപ്പോ ഞാൻ വെട്ടുന്ന മൊത്തം സ്ട്രെങ്ത് ആയിരിക്കും. സ്ട്രെങ്ത് എന്ന് പറഞ്ഞ അന്യായ സ്ട്രെങ്ത്. ഇന്ന് മാറിയില്ലടാ കുരിപ്പേ. ഇതൊന്നും സ്ട്രെങ്ത് അല്ല. എന്റെ 200. അയ്യോ, എനിക്ക് ഈൽഡ് പോഷൻ കിട്ടി. ബ്രോ ഈ പോഷനുകൾ കിട്ടുന്നത് എങ്ങനെയാന്ന് അറിയോ? ഈ പോഷനുകൾ എങ്ങനെയാ കിട്ടണതെന്ന് അറിയോ? അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായി ബ്രോ. മരം വെട്ടും, ഓരോ മരം വെട്ടുമ്പോ കിട്ടി. പർപ്പിൾ മരം ഒക്കെ വെട്ടുമ്പോ മാത്രമേ അത് കിട്ടുള്ളൂ. എന്താ ബ്രോ? പിങ്ക് മരം വെട്ടുമ്പോ മാത്രമേ അത് കിട്ടുള്ളൂ. അതാ എനിക്കും അങ്ങനെ കിട്ടിയേ. ഈ റെലിക് ഷോപ്പ് എന്താ നോക്കട്ടെ, ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല. ഷോ മീ ദി ഷോപ്പ്. ക്ലൈം ദി ഡെയിലി പോഷൻ. എനിക്ക് ബ്രോ ഈ ഇവിടെ റെലിക് ഷോപ്പ് പറഞ്ഞാൽ അവിടെ നമുക്ക് പോഷൻ കിട്ടും. എല്ലാ ഡെയിലി പോഷൻ. ഇവിടെ ടോർച്ച്, പൈൻ ഇവിടെ ടോർച്ചൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ട് 50 രൂപ കൊടുത്താൽ. ഇതിൻ്റെ ഒന്നും യൂസ് എനിക്കറിയില്ല. ബ്രോ ഇവിടെ ടോർച്ച് വാങ്ങിച്ചാൽ 50 ഡാമേജ് കൂടുതൽ കിട്ടുന്നു. ടോർച്ച് ഇവിടെ റെലിക് ഷോപ്പ് തന്നെ ഉണ്ടാ. നമുക്ക് ടോർച്ച് വാങ്ങിയാലോ? ടോർച്ച് നില്ല ബ്രോ. ആദ്യം ഞാനേ ഇത് കേട്ട്. എന്റെ മൊമെന്റ് സ്പീഡ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈൽഡ് പോഷൻ എന്റെ സ്ട്രെങ്ത് ഇതുവരെ തീർന്നില്ല. ബ്രോ അടുത്ത പിങ്ക് മരം വന്നു. പിങ്ക് മരം ഇപ്പൊ വരും. ഗ്രോവിങ് ബ്രോ പിങ്ക് മരം വന്നു. നമ്മുടെ പോഷൻ വാങ്ങാൻ പറ്റുമല്ലേ? ഞാൻ ഇവിടെ ഉണ്ട്. എവിടെ പിങ്ക് മരം എന്തിയെ? ബ്രോ ഇത്തിരി വെട്ടിവേ. അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് പാലം പണിയട്ടെ. ബ്രോ നമുക്ക് പുതിയ ഇത് വാങ്ങിച്ചാലോ? ബാഗ്. എന്താണാ നമുക്ക് ബാഗിന് എത്ര പുതിയ? അടുത്ത 200 രൂപ. പക്ഷേ ഗുണമില്ല. 50 വുഡ് കൂടുതലേ അത് ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പൊ അത് വേണ്ട. അത് വേണ്ട. അപ്പൊ 500 രൂപയുടെ ആക്സ് അടുത്ത വാങ്ങാം. അതായിരിക്കും ഇനി ഗുണം. അതാണ്. പിങ്ക് മരം തോണ്ടിരിക്കുന്നു. വാ വെട്ടാം. പിങ്ക് മരം വെട്ടാം. വാ. ഒരു പ്രശ്നമുണ്ട് ബ്രോ. എനിക്കിനി ബിൽഡ് ചെയ്യണം. എന്താ ബ്രോ? ഞാൻ അറിയാണ്ട് അപ്പുറത്തെ വേൾഡിക്ക് വീണ്ടും ബ്രിഡ്ജ് അമത്തി അപ്പുറത്തെ വേൾഡിൽ വീണ്ടും എത്തി. ബ്രോ ഒറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ബ്രോ അവിടെ വെയിറ്റ് ചെയ്യ്. ഞാൻ ഇവിടെ പണിയട്ടെ. ഇവിടെ എന്നെ പൈസയൊക്കെ ഞാൻ എടുക്കാം. പൈസ എനിക്ക് വേണം ബ്രോ. ഇത്തിരി കുറച്ചൊക്കെ ഞാൻ എടുക്കാം. നമുക്ക് ഷെയർ ഇടാം. കുറച്ചൊക്കെ ഞാൻ എടുക്കാം. എനിക്ക് 90. ഇനി എനിക്കൊരു 10 കൂടെ കിട്ടിയാ നമുക്ക് വേണമെങ്കിൽ. 14 മിനിറ്റ് ആയി. 20 മിനിറ്റിൽ ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. എന്നിട്ട് പാർട്ട് 3 വരാം അല്ലേ? ഗൈസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഈ സീരീസ് നമുക്ക് കുറേ ഉണ്ടാവും മിക്കവാറും. എല്ലാരും കാത്തിരുന്ന് കാണുക. ഓക്കെ. അതെ. ഇത് ഇനി 5 വേൾഡ് നമുക്ക് കൂടാണ്ട്. എനിക്കിത് 4 വേൾഡ്, ബ്രോയ്ക്ക് 5 വേൾഡ് തോന്നുന്നുണ്ട്. ബ്രോ ഇതാണ് അവിടെ ഇത് എന്തുവാ? എനിക്കും ഇപ്പൊ 4 വേൾഡ് ആവും ബ്രോ. ഇത്തിരിയും കൂടെ മതി. ഇപ്പൊ 4 വേൾഡ് ആവും എനിക്ക്. ഞാൻ കുറച്ച് പൈസ കളക്കട്ടെ. എനിക്ക് 500 എത്രയും വേഗം ആക്കണം. എന്തായാലും നമ്മൾ അല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ മിക്കവാറും നമ്മൾ അടുത്ത ആക്സ് അൺലോക്ക് ചെയ്യും.
ബ്രോ ഇവിടെ അത് മിക്കവാറും അല്ല. ഒരുത്തൻ വന്നിട്ട് നമ്മുടെ പിങ്ക് ട്രീ വെട്ടിക്കളഞ്ഞു കേട്ടോ. ഓ അവന്റെ കയ്യിലുള്ള ആക്സ് ആണെങ്കിൽ ഭയങ്കര വിലയായിരിക്കും, ഭയങ്കര ഇതായിരിക്കും ബ്രോ, ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ഇവിടെ ഈൽഡ് പോഷന്റെ ഗുണം എന്താ ബ്രോ? ഷോമിയുടെ ടൂൾസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അടുത്തതിന് ഞാൻ 500 അല്ല ബ്രോ, 600 അടുത്തതിന് അയണാക്സ്. നമ്മള് പെടാപ്പാട് വെടും കേട്ടാ ഇങ്ങനാണെങ്കി. ഞാൻ അടുത്ത വേൾഡിൽ നിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ എന്റെ വേൾഡ് ഇപ്പൊ തീരുണ്ടാ, ഈ മരം വെട്ടി കഴിഞ്ഞാൽ എന്റെ വേൾഡും കൂടെ റെഡിയാവും. ബ്രിഡ്ജ് എന്റെ ബ്രിഡ്ജ് അതാ. ഓക്കെ, ഓൾഡ് ഐലൻഡിലാണ് ഇപ്പൊ ഞാൻ എത്തിയിട്ടുള്ളത്. ഇതെനിക്ക് ബ്രോ അടുത്തത് ഒരു അബാൻഡഡ് ഐലൻഡ് ആണ് ആണെന്ന് തോന്നുന്നു കേട്ടാ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഡെസേർട്ട് ആണെന്ന് തോന്നുന്നു. അല്ലേ, ഡെസേർട്ട് ആണെന്ന് തോന്നുന്നല്ലേ? ഞാനെന്നാ ഐലൻഡ് ഒന്ന് എക്സ്പ്ലോർ ഇവിടെ 2500 ബ്രോ ഫിനിഷ് ചെയ്യാൻ. അവിടെയോ? മിക്കവാറും എനിക്ക് തോന്നുന്നു മറ്റേ PS5 എബിറ്റ് ബീസ്റ്റ് കളിച്ചിരുന്ന ഗെയിമിന്റെ അത്രയും പാർട്ട് പോകും ഈ ഗെയിം. അതാണ് ഇല്ലേ? ഇവിടെ 160 ബ്രോ മരത്തിന്റെ HP, ഏറ്റവും കുറഞ്ഞ മരത്തിന്റെ. ഓ എന്താ ബ്രോ അത്? ബ്രോ പറഞ്ഞ ശരി. PS5 കളിച്ച മാതിരി 110 ഉണ്ട്. ഇതെന്തായാലും ABBT ബീസ്റ്റിന്റെ കളിച്ച മാതിരി പോവും, ഉറപ്പാ. അത്രയും പോവും കേട്ടാ. ഗയ്സ്, നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബർ ആരാന്ന് താഴെ കമന്റ് ചെയ്യാ. ഓക്കെ, പിന്നെ മാത്രല്ല റെപ്പോ ഗെയിമിങ്ങിന്റെ വീഡിയോസ് എല്ലാരും കാണുക, റെപ്പോയെ സപ്പോർട്ട് ചെയ്യുക. റെപ്പോ പുതിയ പുതിയ ഗെയിം, അതായത് പുതിയ പുതിയ ഗെയിം ട്രെൻഡിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് അതിനെ, അല്ലേ? അതെ അതെ അതെ. ഇവിടെ ഇങ്ങനെ കൊറേ പെട്ടികളുണ്ടായില്ലേ, അതൊക്കെ പൊട്ടിച്ച് നമുക്ക് പൈസ കിട്ടും. അതൊക്കെ കിട്ടും, അതിപ്പോഴാണ് അറിയുന്നേ. ഞാൻ എത്ര പെട്ടി പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ അടുത്ത ആക്സ് വാങ്ങിക്കും. എന്റെ ഈ 300 ആവും, ഇപ്പം മിക്കവാറും 300 ആവും. പക്ഷെ 600 ആവണ്ടേ? 600 ആവണം, ഇനി ഒരു 300 കൂടെ വേണം. ഞാൻ മരം വെട്ടി തുടങ്ങുകയും ചെയ്തു. ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ എപ്പൊ തീരുമെന്നും പറഞ്ഞല്ലേ. അതാണ്. അപ്പോ നമുക്ക് ഈ ഒരു വീഡിയോ നിർത്തിയാലോ ബ്രോ? അപ്പൊ ഈ ബയോമിലെ വിശേഷങ്ങൾ അടുത്തൊരു പാർട്ടിൽ വരുന്നതായിരിക്കും. അപ്പം ഇറ്റ്സ് മീ യുവർ ക്രാസോയിറ്റി ആൻഡ് നെക്സ്റ്റോയിറ്റി സൈനിങ് ഓഫ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ശരി. സൈനിങ് ഓഫ്. ഓക്കെ.